ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി സ്ത്രീയുടെ മരണം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുമെന്ന് ഇടുക്കി SP TK വിഷ്ണുപ്രസാദ് അറിയിച്ചു. അന്വേഷണത്തിന് SP തന്നെ നേതൃത്വം നൽകും. കാട്ടാന ആക്രമണമല്ല സീതയുടെ മരണത്തിന് കാരണമെന്ന കോട്ടയം DFOയുടെ പ്രതികരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും SP പ്രതികരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനുവേണ്ടി ഒരു ഫോം ആയിട്ടുണ്ട്. DYSP പീരുമേട്ടിൻ്റെ നേതൃത്വത്തിൽ 2 ഇൻസ്പെക്ടർ ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണം നടന്നു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൂടെ വന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. എല്ലാ ആസ്പെക്റ്റും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതിനാണ് സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുള്ളത്. എല്ലാ ആസ്പെക്റ്റും നമ്മൾ പരിശോധിച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നമുക്കൊപ്പം ചേരുന്നത്. ആൽവിൻ, സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ നിൽക്കുകയാണ്. നോക്കൂ, ആന ആക്രമിച്ച് തന്നെയാണ് സീത ഭാര്യ കൊല്ലപ്പെട്ടത് എന്ന ഭർത്താവ് ഉറച്ചു നിൽക്കുകയാണ് മൊഴിയിൽ. പക്ഷേ ആനയുടെ അവിടെ എത്തിയതിൻ്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കോട്ടയം DFO പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള പോലീസ് സർജനും പറയുന്നത് ആനയുടെ ആക്രമണത്തിന് സമാനമായ രീതിയിലുള്ള മുറിവുകളല്ല സീതയുടെ ശരീരത്തിലുള്ളത് എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിക്കുന്നത്? പോലീസ് ഏതെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നു? ബിനിലെ, ഈ സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു ദുരൂഹതകൾ ഇങ്ങനെ തുടരുകയാണ്. 2 തട്ടിലാണ് വനംവകുപ്പും പോലീസും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായതാണ്. പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയ ഫോറൻസിക് സർജൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക വിലയിരുത്തലുകൾ ഇത് കാട്ടാന ആക്രമണത്തിലല്ല ഈ മരണമുണ്ടായത് എന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ളൊരു വിലയിരുത്തലായിരുന്നു ഈ പ്രാഥമികമായ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അതൊരു അസ്വാഭാവികമായ മരണമാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്ന നിലയിലാണ് ആ മരണത്തെ കാണാൻ കഴിയുക എന്നുള്ളതായിരുന്നു ഫോറൻസിക് സർജൻ നൽകിയ വിവരം. അത് സംബന്ധിച്ച് പോലീസിന് വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെയാണ് ഭർത്താവ് ബിനു നൽകിയ മൊഴിയിലാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ച് ബിനുവിനൊപ്പം ബിനുവിൻ്റെ മക്കളും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നടന്ന സംഭവങ്ങൾ മൊഴിയായി നൽകിയത് കാട്ടാന ആക്രമിക്കുകയും സീതയെ കാട്ടാന കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് ബിനു നൽകിയ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള പരിശോധനകളൊക്കെയും പോലീസ് നടത്തിയത്. ഏതാണ്ട് 48 മണിക്കൂറിന് ശേഷമാണ് സംഭവ സ്ഥലത്ത് പോലീസ് എത്തി അന്വേഷണം നടത്തുന്നത്. ഫോറൻസിക് സംഘവും വനംവകുപ്പും അന്വേഷണത്തിലുണ്ടായിരുന്നു. വനംവകുപ്പിൻ്റെ നിലപാട് ഇത് കാട്ടാന ആക്രമണത്തിൽ മരിച്ചതല്ല എന്നുള്ളതായിരുന്നു. കാര്യം അത്തരമൊരു ഇഞ്ചുറി അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുറിവുകളല്ല ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ DFO അടക്കമുള്ള ആളുകൾ നേരത്തെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസും വനംവകുപ്പും രണ്ട് തട്ടിലാണ്. ഇപ്പോൾ ഇടുക്കിയുടെ SP ആണ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ മരണം അന്വേഷിക്കും, വളരെ വിശദമായി തന്നെ അന്വേഷിക്കും, ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ അന്വേഷണ സംഘത്തിൽ TK വിഷ്ണുപ്രദീപ് SP-യുടെ നേതൃത്വത്തിൽ പീരുമേട് DYSP അടക്കം ഉള്ള സംഘമാണ് പരിശോധിക്കുക. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് SP പറയുന്നത്. DFO എന്തുകൊണ്ട്, അല്ലെങ്കിൽ വനംവകുപ്പ് എന്തുകൊണ്ട് മറ്റൊരു നിലപാട് സ്വീകരിച്ചു എന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി തന്നെ പോലീസിൻ്റെ പക്കലെത്തിയാൽ മാത്രമേ ഇതിനൊരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉറപ്പായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ ആനയുടെ ആക്രമണത്തിൽ ഉണ്ടായിരുന്നതല്ല എന്നുള്ളതാണ് ഈ ഫോറൻസിക് സർജന്റെ പ്രാഥമിക റിപ്പോർട്ട്, അല്ലെങ്കിൽ ആ മൊഴിയിൽ പറയുന്നത്. അതായത് ആന ആക്രമിക്കുകയോ, ഇപ്പോൾ ഈ ബിനു പറഞ്ഞതുപോലെ ആന അടിക്കുകയോ അല്ലെങ്കിൽ ചവിട്ടി വീഴ്ത്തുകയോ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ വിധത്തിലുള്ള പരിക്കുകൾ കൂടുതൽ ഗുരുതരമായിരുന്നു. ഇത് പലതവണ ആവർത്തിച്ച് തറയിൽ ഇടിച്ചതുപോലുള്ള പരിക്കുകൾ, ഒപ്പം തന്നെ വാരിയലിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ഒടിഞ്ഞു കയറിയത് വിധത്തിൽ ഉൾപ്പെടെ സീതയുടെ ശരീരത്തിൽ ഉണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഡോക്ടർ പറയുകയും ചെയ്തത്. ഇതാണ് പോലീസിനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഇടുക്കി SP-യുടെ നേതൃത്വത്തിൽ. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.